Tajum tadhititei, tadhitei, tajum tei, tadum tei, tajum takita. Dhititei, tajum tadhititei, tadhitei, tajum tei, tadum tei, tajum takita. Dhititei, tajum tadhititei, tadhitei, tajum tei, tadum tei, tajum takita. Tajum tadhititei, tadhitei, tajum tei, tadum tei, tajum takita. Dhititei, tajum tadhititei, tadhitei, tajum tei, tadum tei, tajum takita. Dhititei, dhititei, jum tei, dhititei, dhititei, num tei, dhititei, jum tei, dhititei, num tei. Tarigadum, tarigadum, tarigadum. Purvam Ramatapovanadigamanam Hatva Mrigam Kanchanam. Purvam Rama Tapovanadigamanam Hatva Mrigam Kanchanam. Nam 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 tarikida daganam nam 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 tarikida daganam tarikida daganam tarikida tarikida. Vaidehi Haranam Jadayumaranam Sugriva Sambhashanam. Sambhashanam nam takidadaganam tagidadaganam nam tadigidanam nam tadigidatarigam tarigam tarigam bali nigraganam Dim 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 takkat targurdum dim takkat targurdum dim targurdum targurdum bali nigraganam samudra taranam dim 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 targurdum samudra taranam lankapuri daganam dim tajum dim tajum lankapuri daganam Pashyat Ravana Kumbhakarna Hananam Yetati Ramayanam. bali nigraganam samudra taranam lankapuri daganam pashat ravana kumbhakarna hananam yetati ramayanam dhidhidhidhai Nam 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 tay, dhidhidhai, nam nam tay, dhidhai nam tay, dhidhai nam tay, targurdum tatta, targurdum tatta, targurdum tatta. yetati ramayanam.
ലക്ഷ്മണപുത്രിയുടെ ആദ്യരംഗം രാഗമാലിക ആദിതാളം. മേഘനാഥൻ പത്നിയെ പ്രണയകേളിക്ക് ക്ഷണിക്കുന്നു. പക്ഷേ സുലോചന വളരെ അസ്വസ്ഥയാണ്. രാവണനും രാമനുമായുള്ള യുദ്ധത്തിൽ രാക്ഷസകുലം ഭസ്മമായി പോകുമെന്ന് അവൾ ഭയപ്പെടുന്നു. മേഘനാഥൻ അവളെ ആശ്വസിപ്പിക്കുന്നു. യുദ്ധത്തിൽ വിജയം തീർച്ചയാണ്. പിന്നെ കർമ്മഗതി ആർക്കാണ് മാറ്റുവാൻ കഴിയുക? മനസ്സിന് ധൈര്യം സംഭരിക്കുവാൻ ശിവനെ സേവിക്കുകയാണ് കരണീയം എന്ന് പറയുന്നു. ആ സമയത്ത് യുദ്ധരംഗത്ത് നിന്ന് ഒരു ദൂതൻ ഓടി വന്ന് കുംഭകർണൻ വധിക്കപ്പെട്ട വാർത്ത അറിയിക്കുന്നു. അതു കേട്ട് കോപാകുലനായി മേഘനാഥൻ സുലോചനയുടെ എതിർപ്പിനെ വകവയ്ക്കാതെ യുദ്ധരംഗത്തേക്ക് കുതിക്കുന്നു. സംഭീതയായ സുലോചന ശിവനെ ഭജിക്കുന്നു. ആ സമയത്ത് ഒരു അശരീരി കേൾക്കുന്നു. നിന്റെ പിതാവായ അനന്തൻ്റെ അവതാരമായ ലക്ഷ്മണനാൽ നിന്റെ പ്രിയൻ വധിക്കപ്പെടും. അശരീരി കേട്ട സുലോചന പ്രജ്ഞയേറ്റ് നിലംപതിക്കുന്നു. മന്ദ പവന ഗാനത്തിനോത്തു മന്ദ പവന ഗാനത്തിനോത്തു മന്ദാര വള്ളികള മന്ദോ മുക്താംഗി
വിവശനായി സത്യോവതാനി ഞാനും മുക്താംഗി വിവശനായി സുന്ദരി മാർമണേ കമനീയാകൃതേ കാന്ത കമലായത്തെ ലോചന കമനീയാകൃതേ കാന്ത കമലായത്തെ ലോചന കരുണാവാരിധേ സുന്ദര കാന്ത കരുണാവാരിധേ സുന്ദര കാന്ത തരുണീ ഞാൻ ഭവൽ ചാരു ചരണ പരിചരണമല്ലാതെ മമ കരണീയം മറ്റുള്ളൂ കമനീയാകൃതേ കാന്ത ജനകജ തന്നിൽ എഴും പ്രിയതയാൽ ഇരുന്നു തവ ജനകനും രാമനുമായി ജനിതമാം പ്രണാദിയിൽ നിശീചര കുലമാഞ്ഞേ ഭയോ നിശീചര കുലമാകെ ഭയോ മനസീവേ പെണ്ണേ മനസീ ജോപമാം ദേവ മനസീവേ പെരുമുനെ മനസീ ജോപമാം ദേവ കമനീയാകൃതേ കാന്ത മൽമഥ പദാകികേ നിർമനോരുജ പാതാൽ മൽമഥ പദാകികേ നിർമനോരുജ പാതാൽ യമനസിനു ശോകം മണപിതേ യമനസിനു ശോകം മണപിതേ മത പരാഗികേ മന്മഥ ഹര പാദം നിർമ്മലേ വിചാരു മന്മഥ ഹര പാദം നിർമ്മലേ വിചാരു കർമ്മഗതി മാറ്റുവാൻ കർമ്മഗതി
நம்மளால் எழுதாமோ நம்மளால் எழுதாமோ மத பதாகியே ததரன ஹர மகாதேவ நகஜார்த்திஹாரி சம்போ முரஹர மகாதேவ நகஜார்த்திஹாரி சம்போ கருணா வருணாலய பரிபாகி மாம் தேவ கருணா வருணாலய பரிபாகி மாம் தேவ புருஷோக கனலில் வீணு தெரியும் கதியனே புருஷோக கனலில் வீணு தெரியும் கதியனே கருணாமிருத தாரயா பரமேஸ்வர பாலய கருணாமிருத தாரயா பரமேஸ்வர பாலய புரஹர மகாதேவ ராமனோடேற்று போரில் வீரமாய் எரித்திடும் ராமனோடேற்று போரில் வீரமாய் எரித்திடும் மாதோபம பிரிய வீரனாய் ஜயம் நேடாக மாதோபம பிரிய வீரனாய் ஜயம் நேடாக மாறாதே அவள் பாதம்
ലോചന പുരഹര മഹാദേവ. നിൻ പിതാവാമനന്ദൻ സൗമിത്രിയവനാൽ ധ്രുവം നിൻ പ്രിയൻ ഹതനായിടും അമ്പോ വിധി അമ്മാ വിധി രംഗം 2. സുലോചന ലക്ഷ്മണന്റെ മുന്നിലെത്തി താൻ അനന്തന്റെ മകളും മേഘനാഥന്റെ പത്നിയുമായ സുലോചനയാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. അനന്തന്റെ അവതാരമായ ലക്ഷ്മണൻ മേഘനാഥനെ വധിച്ച് സ്വന്തം മകൾക്ക് വൈഷമ്യം വരുത്തരുതെന്ന് അവൾ അപേക്ഷിക്കുന്നു. അവളുടെ വാക്കുകൾ ലക്ഷ്മണൻ വിശ്വസിക്കുന്നില്ല. തൻ്റെ മകൾ ആണെങ്കിൽ താൻ മകൾക്ക് കൊടുത്തിട്ടുള്ള രത്നമോതിരം അടയാളമായി കാണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ആ മോതിരം തൻ്റെ ഭർത്താവിൻ്റെ വിരലിൽ അണിയിച്ചതിനാൽ കാണിപ്പാൻ നിവർത്തിയില്ലെന്ന് അവൾ ഖേദിക്കുന്നു. രാക്ഷസ മായ കൊണ്ട് തന്നെ ചതിക്കുവാൻ വന്ന വഞ്ചകയാണെന്ന് അധിക്ഷേപിച്ച് ലക്ഷ്മണൻ സുലോചനയെ ആട്ടിപ്പായിക്കുന്നു. നിധനി ബമ ഗമരി സരി നിധനി ബമ ഗമരി സഗ నిధని బమ గమరి సమా తదీం తగిట తగ తదీం తదీం తీం సాగ నిధని బమ గమరి సరి సరి గమ వరి బమ వరి స నిధని బమ గమరి సరి సరి గమ వరి బమ వరి ధరి గమరి ధని ధరి తట కిట తక దినతాం ధరి ధని బమ వరి తట కిట తక జోనుతాం ధని బమ గమరి ధరి తట కిట తక జిమితాం సరి గమ పమ తటం 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 గమ పని పరి తటం తటం తట తదీం తదీం తదీం
മന്ദഭാഗ്യയാം ഇവൾ മൽദേദാവകം പാദം സിന്ധുഗം വീരദേവ സന്തുര ഗുണനിലയ മൽപിതാവാകും അനന്തനവതാരം കേൾവേഴും ഭവാൻ ഞാനറിവേ സ്വൽപ പുണ്യയാം എനിക്കു കൽപ്പിതം വൈധവ്യോ തവ കേൾവേഴും കരങ്ങളാലോ ചിൽപൂരുഷ അത്ര ഹസിയാനി ആത്മജാം വൈധവ്യോ അത്ര ഹസിയാനി ആത്മജാം വൈധവ്യോ ചേർപ്പാൻ ഉൾത്താരിൽ ഉറച്ചെങ്കിലോ അത്തലില്ലാണ്ടൊരുത്തവ പുത്രിയേയും വധിച്ചു ആടുക ആത്തബന്ധോ മൽപിതാവേ ബന്ധുത്വ ഗുണനിലയ ചിത്രതം നിർമൊഴികൾ സത്യം എന്നു കരുതുവാൻ ചിത്രതം നിർമൊഴികൾ സത്യം എന്നു കരുതുവാൻ അത്ര ഭോഷണല്ലി ലക്ഷ്മണ അത്ര ഭോഷണല്ലി ലക്ഷ്മണ പോകതി മതമത ഗജന ജഗമനെ ചിത്രതോ നിർമൊഴികൾ മൽസുത നീ എന്ന മൊഴി വിശ്വസിപ്പാൻ അരുതോർത്താൽ മൽസുത നീ എന്ന മൊഴി വിശ്വസിപ്പാൻ അരുതോർത്താൽ രാക്ഷസേശ്വരന്റെ മായകൾ രക്ഷ നൽകിയിടുക വിഷമോ ചിത്രതോ മൊഴികൾ രത്നാങ്കുലീയകോ മയാ ദത്തമുള്ള സുധൈക്ക് രത്നാങ്കുലീയകോ മയാ ദത്തമു തത്വമായതു കാണുകിൽ തത്വമായതു കാണുകിൽ വിശ്വസിക്കാമിൽ വൃത്തമെല്ലാമിൽ നിയതോ ചിത്രതോ നിർമൊഴികൾ തുങ്കാനുഭാവ ഭവൻ തുങ്കമോദാൽ തന്നോരു അങ്കുലി
ആംഗ്യാ വിളങ്ങിടുന്നു പൊയ്യല്ല മഹാമതേ. ആചരേശമായയാലേ ആശു നമ്മെ ചതിക്കുവാൻ. ആചരേശമായയാലേ ആശു നമ്മെ ചതിക്കുവാൻ. ആശയാലേ വന്ന വഞ്ചകി പോക. ആശയാലേ വന്ന വഞ്ചകി പോക. പോകാകിൽ നാശമുണ്ടായി വരും ഭീഷണോ. ലക്ഷ്മണപുത്രിയുടെ അവസാന രംഗത്തിലേക്ക്. മേഘനാഥൻ നികുംബിലയിൽ തുടങ്ങിയ യാഗം ലക്ഷ്മണൻ മുടക്കുന്നു. ഇത് യുദ്ധത്തിലേക്ക് നയിക്കുന്നു. രുദ്രാസ്ത്രം, വരുണാസ്ത്രം, ആഗ്നേയാസ്ത്രം, സൂര്യാസ്ത്രം തുടങ്ങി പരസ്പരം അസ്ത്രങ്ങൾ അയക്കുന്നു. ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രം, പാശ്വതാസ്ത്രം, വൈഷ്ണവാസ്ത്രം തുടങ്ങിയവ ഉപയോഗിച്ചുവെങ്കിലും ആദിശേഷന്റെ അവതാരമായതിനാൽ ലക്ഷ്മണന് അത് ഏറ്റില്ല. അവസാനം ഏറ്റവും ശക്തമായ ഇന്ദ്രാസ്ത്രം കൊണ്ട് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിക്കുന്നു. ഭർത്താവിൻ്റെ ചേതനയറ്റ ശരീരം കെട്ടിപ്പിടിച്ച് സുലോചന വിലപിക്കുന്നു. ഭർത്താവിനൊപ്പം യാത്രയാകാൻ ആഗ്രഹിക്കുന്നു. വൃദ്ധയായ സുലോചന പിതാവിന് ഭർത്താവിൻ്റെ വിരലിലുള്ള മോതിരം കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ നേർക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ അപരാധബോധത്താൽ നീറുന്നു. തെറ്റ് പൊറുക്കാനും തുടർന്ന് ജീവിക്കാനും അപേക്ഷിക്കുന്നു. എന്നാൽ സുലോചന തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും സതി അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ശ്രീരാമൻ സഹോദരനെ ആശ്വസിപ്പിച്ച് ലക്ഷ്മണൻ്റെ അവതാരോദ്ദേശം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു.
താക്കിട്ട ദ്രുഗുർ താക്കിട്ട താക്കിട്ട ദ്രുഗുർ താക്കിട്ട താക്കിട്ട ദ്രുഗുർ താക്കിട്ട താക്കിട്ട ദ്രുഗുർ താക്കിട്ട താക്കിട്ട കടതക ദരഗടുദം കടതക ദരഗടുദം കടതക ദരഗടുദം താക്കിട്ട ദ്രുഗുർ താക്കിട്ട താക്കിട്ട ദ്രുഗുർ താക്കിട്ട താക്കിട്ട ദ്രുഗുർ താക്കിട്ട താക്കിട്ട ദ്രുഗുർ താക്കിട്ട കടതക ദരഗടുദം കടതക ദരഗടുദം കടതക ദരഗടുദം താക്കിട്ട ദ്രുഗുർ താക്കിട്ട താക്കിട്ട ദ്രുഗുർ താക്കിട്ട താക്കിട്ട ദ്രുഗുർ താക്കിട്ട താക്കിട്ട ദ്രുഗുർ താക്കിട്ട ദ്രുഗുർ താക്കിട്ട ദ്രുഗുർ താക്കിട്ട ദ്രുഗുർ താക്കിട താം താരിത ജഗ താരിത ധിം താരിത ധണ താരിത ധണ താരിത ധിം താരിത ജഗ താരിത താം താരിത തത്തിക്കടകദം തത്തിക്കടകദം കാന്താ കാന്താ മമ ജീവനാഥ കാന്താ മമ ജീവനാഥ ഹന്തമാം നെടിയുതി കാന്താ മമ ജീവനാഥ ഹന്തമാം നെടിയുതി ബന്ധുരാത്രി വക്ഷശീലേ രുധിര പൂരവും ഹടനിൽ വക്ഷശീലേ രുധിര പൂരവും എല്ലിരോ ചരിച്ചോ മമ ജീവനാഥ ഹര ഞാൻ വിധവയായി മണ്ണിതിൽ വാഴുവാനോ ഹര ഞാൻ വിധവയായി മണ്ണിതിൽ വാഴുവാനോ കാന്തായ പോരുന്നു ഞാൻ കാന്തായ വേണ്ട പോരുന്നു ഞാനും കാന്താ
ഉദ്ധരനായി പുത്രീ മാംഗല്യവും മുറിച്ചെത്രയും ഉദ്ധരനായി തട്ടനിടും ഒന്നോർക്കണോ ഇത്തരം പിതാക്കളെ ഈ ധരിത്രിയില്ലാതും പുത്താതി കണ്ടിട്ടില്ല കാണുകയുമില്ല മേലിൽ അത്രേ ധീരരാമവാൻ പത്രി കൊള്ളനില്ലേതു അത്രേ ധീരരാമവാൻ പത്രി കൊള്ളനില്ലേതു ഭർത്താവോടൊത്തു പോരാൻ യാത്രയാകും ഭർത്താവോടൊത്തു പോരാൻ യാത്രയാകും പുത്രിക്കു സമാനിച്ച രത്നാങ്കുലീയം ഇതോ പുത്രിക്കു സമാനിച്ച രത്നാങ്കുലീയം ഇതോ മതിയാവോ കണ്ട തൃപ്തിയാവോളം കണ്ട മൽപിതാവേ ജതാവേ മൽപ്രിയ നന്ദിനി വത്സലേ സുലോചനേ മൽപ്രിയ നന്ദിനി വത്സലേ സുലോചനേ അല്പവും ആരുടനെ അപ്രിയം വാരെ അല്പവും ആരുടനെ അപ്രിയം വാരെ മൽപ്രിയ നന്ദിനി ശ്രീപതി നിയോഗേന രാവണിയെ ജ്ഞാനമദീനനായി കൃതകൃത്യനായ നായനിലെ പിതാവിനാ ലജ്ജയാ അപരാധ ഖേദയാനും തപിച്ചു ഉരുമുൾമിതു ഭദ്രേ സർവവും പൊറുത്തു നീ മാപ്പനീയരുളിയ സർവവും പൊറുത്തു നീ മാപ്പനീയരുളിയ നദനീതു മനഃശാന്തി നൽകിയിടുക ചൊല്ലിടും ഹരിജന മൗലിയാൽ വാഴ്കീനാൽ ഇടനകും പോയിരട്ടെ ഞാൻ മനസ്സേ അൽപ്രിയ നന്ദിനി താത നിൽക്കാലിന് ആദര
നമിക്കുന്നേ ജാതാനുമോദോ മമ മാപ്പു നൽകുക ദേവ. മൽപ്രിയ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് അല്പവും വൈകാതെ ഞാൻ പ്രിയനോടണയുവേ. കാന്തന്റെ ചിത തന്നിൽ സരിയാചരിച്ചു ഞാൻ ബന്ധുര മാമപദം ശാന്തമായി പ്രാപിക്കട്ടെ. വന്ദനം പോകുന്നു ഞാൻ നിത്യശാന്തി ഞങ്ങൾ കരുളൂ ദേവ കാലി. അനുജ സൗമിത്രേ തവ മനദാരിൽ യൽദിവിധം മനുജ സാധാരണമാ മനനങ്ങൾ തുടരും എന്നുള്ളതും പാരമേദിനാലോകേ ചാരുവാമവതാരം കൈക്കൊണ്ടുള്ളതും തെല്ലുമേ നിനയാതെ കേവലം മർത്യനൊപ്പം അല്ലലിൽ പെടാക
ആൽ സോദര ഭർത്താവോടൊന്നിച്ചിര പുത്രീ വീരസ്വർഗം അത്യന്തമോദം ഗമിക്കുന്നതു കണ്ടാലും ഭുജഗശായിനോ നമമംഗളം പരമജാനതാ പിരകീർത്തിതം പ്രഗതി വാമന അരുണജയ ഭുവിശിഖിയാത അരുണജയോ ഭുജഗശായിനോ നമമംഗളം മനോഹരമായൊരു നൃത്താവിഷ്കാരമാണ് ഇവിടെ കണ്ടത്. ഏകദേശം 3-3.5 മണിക്കൂർ ദൈർഘ്യമുള്ള കഥകളിയെ ഏകാഭിനയം കൊണ്ട് ഇത്രയും നേരത്തിലൊതുക്കി വളരെ വൃത്തിയായി അവതരിപ്പിച്ച ശ്രീമതി നീരജയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അവരെ ആദരിക്കുന്നതിനായി കഥകളി ക്ലബിൻ്റെ ആദരണത്തിനായി ശ്രീമതി ഭദ്ര രജനീഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി നീരജയെയും ക്ഷണിക്കുന്നു. നമസ്കാരം. നാദനൃത്യ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് അമേരിക്കയിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഭരതനാട്യ രംഗാവതരണം കാണാൻ ഇടയായി. ശ്രീ ഹരി കപ്യൂരും അദ്ദേഹത്തിൻ്റെ പത്നി നീരജ കൃഷ്ണയും ചേർന്ന് നടത്തുന്ന നാദനൃത്യ മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാഡമിയുടെ ലക്ഷ്മണപുത്രി എന്നുള്ളൊരു ഭരതനാട്യ പ്രസൻറ്റേഷനാണ് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു രംഗാവതരണമായിരുന്നു അത്. ഇരിഞ്ഞാലക്കുടയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്ന എ അഗ്നിശർമ്മൻ്റെ ഓർമ്മയ്ക്കായിട്ട് 3 വർഷമായിട്ട് ആഗ്നിക എന്നൊരു പരിപാടി നടത്തി വരുന്നു. ഈ വർഷം കഥകളി ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ജ്യേഷ്ഠൻ രചിച്ചിട്ടുള്ള ലക്ഷ്മണപുത്രി എന്നുള്ള കഥകളി 40 വർഷങ്ങൾക്ക് ശേഷം ആ ആട്ടക്കഥ വീണ്ടും രംഗത്ത് അവതരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം കഥകളി രൂപത്തിൽ വളരെ മനോഹരമായിട്ട് വളരെ കൈയടക്കത്തോടു കൂടിയുള്ള ഒരു പ്രകടനമായിരുന്നു. കഥകളിയിൽ ഇന്ന് നിൽക്കുന്ന വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള കഥകളി നടന്മാർ ചേർന്ന് വളരെ കൈയടക്കത്തോടു കൂടി അതിൻ്റെ തിയേറ്റർ ഒട്ടും ചോരാതെ മനോഹരമായിട്ട് രംഗത്ത് അവതരിപ്പിച്ചു. അതിന് ശേഷമാണ് ലക്ഷ്മണപുത്രിയുടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഭരതനാട്യ രംഗാവതരണമായിരിക്കാം അത്. 8 രംഗങ്ങളുള്ള ലക്ഷ്മണപുത്രി എന്നുള്ള ആട്ടക്കഥ 3 രംഗങ്ങളിലേക്ക് ചുരുക്കി കാച്ചി കുറുക്കിയ പോലെ വളരെ മനോഹരമായിട്ട് ഭരതനാട്യത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നീരജ വളരെ ചെറുപ്രായമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. 25 വയസ്സോ അതിന് താഴെയോ ഉള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഈ പ്രായത്തിൽ ആദ്യമായിട്ടൊരു പ്രൊഡക്ഷൻ ചെയ്യുക, അത് ഇത്ര കൈയടക്കത്തോടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു അത്ഭുതത്തോടെയാണ് ഞാൻ നോക്കി കണ്ടിട്ടുള്ളത്.
പ്രൊഡക്ഷൻ ചെയ്യാന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് ഒരു കഥാതന്തു ചോർന്നു പോകാതെ ഔചിത്യത്തോടു കൂടി ഓരോ രംഗങ്ങളും ഓരോ സിറ്റുവേഷൻസും ആവിഷ്കരിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അത് വളരെ പക്വതയോടുകൂടി നീരജയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 2 പേരുടെയും ഒരു സഖ്യം വളരെ ഭംഗിയായിട്ട് ഇതിന് എന്താ പറയുക സഹായിച്ചിട്ടുണ്ടെന്നുള്ളത്. ഹരിയുടെ സംഗീതവും നീരജയുടെ ആ ചിന്തയും ചിട്ടപ്പെടുത്തലും രണ്ടും കൂടെ ചേർന്ന് വന്നപ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനായിട്ട് മാറി. അപ്പോൾ കഥകളി സംഗീതത്തിലെ അല്ലെങ്കിൽ ആട്ടക്കഥയിൽ ഉണ്ടായിരുന്ന രാഗങ്ങൾ തന്നെയല്ല ഹരി ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ തന്നെ രാഗങ്ങൾ ഈ ഭരതനാട്യത്തിന് ചേരുന്ന പോലെ തന്നെ അത് മാറ്റിയെടുക്കുകയും ഭരതനാട്യത്തിൻ്റെ രംഗാവിഷ്കാരത്തിന് വേണ്ട തരത്തിൽ സ്വരങ്ങളും ജതികളും ഒക്കെ ചേർത്ത് അതിൻ്റെ തിയേറ്ററിക്കലായിട്ടുള്ള ഒരു എലമെൻറ്റ് കൊണ്ടുവരുന്നതിനായിട്ട് ഹരിയുടെ മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നീരജ ഇതിൽ ആദ്യം ചെയ്തിട്ടുള്ള കൗത്വം എന്ന് പറയുന്നത് രാമായണത്തിൽ ഏക ശ്ലോകം എടുത്തിട്ടാണ്. ആ കൗത്വം അന്ന് ഞാൻ ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചു, ഈ കൗത്വം എവിടെ, ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൗത്വമാണ് എന്നാണ് ഞാൻ ധരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായിട്ട് ഇതിന് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൗത്വമാണത്. അതിനുശേഷം ഈ ആട്ടക്കഥയിലെ കഥാപാത്രങ്ങളായിട്ടുള്ള സുലോചനയും മേഘനാഥനും ലക്ഷ്മണനും ഒക്കെ വളരെ അനായാസമായിട്ട് നീരജയുടെ ഒരു നൃത്ത ശരീരത്തിൽ നിന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നായിരുന്നു. നീരജയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഒരു ഏച്ചുകെട്ടലില്ലാത്ത വളരെ യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രകടനമാണ് നീരജയുടെ. കുട്ടി ഞാൻ അറിഞ്ഞിടത്തോളം കോയമ്പത്തൂരാണ് വളർന്നിട്ടുള്ളത്. കഥകളി ഒന്നും കാണാനോ അങ്ങനെയുള്ളൊരു എന്താ പറയുക കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് പോലും ഇങ്ങനെയുള്ള ഒരു കഥകളി ആട്ടകഥ അത് ഭരതനാട്യ രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്താമെന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. അത് ഭരതനാട്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഭരതനാട്യത്തിൻ്റെ എലമെൻസും എനിക്ക് കൊണ്ടുവരണമല്ലോ. ഇപ്പോൾ 2ാമത്തെ രംഗത്താണെന്ന് തോന്നുന്നു ലക്ഷ്മണൻ്റെ പ്രവേശമുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ കഥകളി പദത്തിൽ ചെയ്ത പോലെയാണെങ്കിൽ പ്ലെയിൻ ആയിട്ട് ലക്ഷ്മണൻ വരുന്നതും ആ പദം അങ്ങനെ ചെയ്തു പോവാം. പക്ഷേ നീരജ് അവിടെ ചെയ്തിട്ടുള്ളത് ആ ലക്ഷ്മണൻ്റെ എൻട്രിക്ക് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ലക്ഷ്മണൻ അനന്തനും കൂടെ ആണ് എന്ന് കാണിക്കുന്ന പോലെ. അപ്പോൾ അനന്തൻ്റെ മൂവ്മെൻറ്റ്സും വരും, അതിൽ നിന്ന് ലക്ഷ്മണനാവും, ലക്ഷ്മണൻ അനന്തനാവും. അങ്ങനെ ആ ഒരു എലിമെൻറ്റും കൂടെ കൊണ്ടുവന്നിട്ടാണ് ലക്ഷ്മണൻ്റെ ഒരു പ്രവേശം ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു തോട്ടാണ്. അതേപോലെ തന്നെ മേഘനാഥനും ലക്ഷ്മണനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നതും ജതി രൂപത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഥകളി എന്ന് പറഞ്ഞൊരു സങ്കേതത്തിൽ നിന്ന് ഭരതനാട്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്നാൽ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക സത്വം ചോർന്നു പോകാതെ അത് ഭരതനാട്യത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ചെറുപ്രായത്തിൽ വലിയ എന്താ പറയുക മുമ്പ് ചെയ്ത പരിചയങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നാത്ത വിധത്തിൽ ഭംഗിയായിട്ട് നീരജയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ 2 വ്യക്തികളും ഹരിയും നീരജയും ചേർന്ന് നിന്ന് ആ കാളിദാസന്റെ വരികളാണ് വാഗത്ഥ വിവസമൃദ്ധു എന്ന് പറയുന്ന ആ ശ്ലോകം തുടങ്ങുന്ന പോലെ ശിവനും പാർവതിയും ചേർന്ന് നിൽക്കുന്ന പോലെ തന്നെ അത്ര ഭംഗിയായിട്ട് കവിത്വവും സാഹിത്യവും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് ഇനിയും ദീർഘകാലം വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിക് ലൈഫ് ഉണ്ടായി വരട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. സ്നേഹമുള്ളവർ, നാദ നൃത്യ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് ഒരു പുതിയ രംഗ ഉൽപ്പന്നം ആദ്യമായി അവതരിപ്പിക്കുന്നത് കാണുവാൻ ഇരിങ്ങാലക്കുടയിൽ സന്ദർഭമുണ്ടായി. ലക്ഷ്മണപുത്രി എന്ന ഒരു ആട്ടക്കഥയെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു ഭരതനാട്യം രംഗാവിഷ്കരണം ശ്രീമതി നീരജ കൃഷ്ണനാണ് അത് നിർവഹിച്ചത്. വാസ്തവത്തിൽ AC നമ്പൂതിരി 8 രംഗങ്ങളുള്ള ഒരു ആട്ടക്കഥയായി നിർമ്മിച്ചതാണ് ഇതിലെ പാഠ്യം. അതാണ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഭരതനാട്യമായി നീരജ കൃഷ്ണൻ ചിട്ടപ്പെടുത്തി രംഗത്ത് അവതരിപ്പിച്ചത്. തീർച്ചയായും അത്തരം ഒരു നാടകീയ മുഹൂർത്തങ്ങൾ ഇണങ്ങി നിൽക്കുന്ന ഒരു കഥാസന്ദർഭത്തെ ഇത്ര ദീർഘമായ ഒരു ഭരതനാട്യം ആവിഷ്കാരമായി രംഗത്ത് കാണുന്നത് എന്നെ സംബന്ധിച്ച് ഇത് ജീവിതത്തിൽ തന്നെ അപൂർവമായ ഒരു അനുഭവം തന്നെയാണ്. കഥ പുരാണപ്രോക്തമായൊരു കഥയാണ്.
രാവണ യുദ്ധം നടക്കുന്ന ഒരു പശ്ചാത്തലം. അതിൽ മേഘനാഥൻ എന്ന രാവണപുത്രൻ്റെ സഹധർമ്മിണിയാണ് സുലോചന എന്ന നായിക കഥാപാത്രം. സുലോചന അനന്തൻ്റെ പുത്രിയാണ്. അനന്തൻ എന്ന സർപ്പത്തിൻ്റെ പുനരവതാരമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്മണൻ. കഥ ആരംഭിക്കുന്നത് ഒരു പ്രണയരംഗത്തോടെയാണ്. മേഘനാഥനും സുലോചനയും തമ്മിലുള്ള ആ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ തന്നെ കാമികൾക്ക് എങ്ങനെ അനുകൂലമാകുന്നു എന്ന് വിശദീകരിക്കുന്ന ദൃശ്യ ബിംബങ്ങളുടെ സന്നിവേശത്തോടെ വിശദീകരിക്കപ്പെടുന്ന പ്രഥമ രംഗത്തെ തുടർന്ന് സുലോചന ഒരു അശരീരി കേൾക്കുകയാണ്. നിന്റെ പിതാവിനാൽ തന്നെ നിന്റെ ഭർത്താവ് വധിക്കപ്പെടും എന്ന്. തൻ്റെ പിതാവിൻ്റെ പുനരവതാരമായ ലക്ഷ്മണൻ ഇവിടെ യുദ്ധ ഉദ്യുക്തനായി ലങ്കയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഇവൾ സുലോചന അച്ഛനെ ചെന്ന് കാണുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ അവളുടെ അഭ്യർത്ഥന ലക്ഷ്മണൻ പരിഗണിക്കുന്നില്ല. പുത്രിയാണ് എന്ന് തെളിയിക്കാൻ സഹായകമാകുന്ന വജ്രമോതിരം അത് തത്സമയം കാണിക്കാൻ ലക്ഷ്മണപുത്രിക്ക് ആവുന്നും ഇല്ല എന്നതാണ് പ്രശ്നം. ആ യുദ്ധം നടക്കുന്നു. അതിഘോരമായ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ മേഘനാഥൻ ലക്ഷ്മണനാൽ വധിക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് സുലോചന ആ രംഗത്തെത്തി വാവിട്ട് കരയുക മാത്രമല്ല, ആ അടയാള മോതിരം അച്ഛനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അച്ഛൻ്റെ സാന്ത്വന വാക്കുകൾ പരിഗണിക്കാതെ തന്നെ ഭർത്താവിൻ്റെ ചിതയിലേക്ക് സ്വയം ചാടി ആത്മാഹൂതി ചെയ്യുകയാണ്. പശ്ചാത്താപ വിവശനായ ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നതോടെയാണ് കഥ പര്യവസാനിക്കുന്നത്. ഇത്ര ദീർഘമായ ഒരു കഥാസന്ദർഭത്തെ ഏറ്റവും നാടകീയത മുറ്റി നിൽക്കുന്ന മുഹൂർത്തങ്ങളെ ഇണക്കി ചേർത്തുകൊണ്ട് ഒരു ഭരതനാട്യം ആവിഷ്കാരം എന്നതിൽ വളരെയേറെ പ്രശംസിക്കാവുന്ന കുറേ ഘടകങ്ങൾ നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാനാവും. കഥകളിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട രാഗങ്ങൾ ചിലതൊക്കെ മാറ്റി, അതുമാത്രമല്ല ഭരതനാട്യ ആവിഷ്കാരത്തിന് സഹായകമാകുന്ന രീതിയിൽ കഥാപാത്രങ്ങളുടെ പ്രവേശ സന്ദർഭങ്ങളിൽ സ്വരപ്രയോഗങ്ങൾ, അതേപോലെ ഈ യുദ്ധം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഒരു ദൃശ്യപ്പൊലിമയ്ക്ക് വേണ്ടി തന്നെ ധാരാളം ജതികൾ ഉപയോഗിക്കുക എന്ന രീതിയിലുള്ള നാട്യതന്ത്രങ്ങൾ സമൃദ്ധമായി ഇതിനകത്ത് വിനിയോഗിക്കപ്പെട്ടതായി കാണാം. പാടിക്ക് പകരം കാമ്പോജി, അതേപോലെ ഭാവോന്മീലനത്തിന് ഏറ്റവും സഹായകമാകുന്ന നീലാംബരി, കാപ്പി തുടങ്ങിയ രാഗങ്ങളുടെ അതിസുഭഗമായ ആലാപനത്തിലൂടെ ഹരി കപ്പിയു സംഗീത സംവിധാനം നിർവഹിച്ച് ആലപിച്ച ഈ ഭരതനാട്യത്തിൻ്റെ പശ്ചാത്തല സംഗീതവും അതേപോലെ തന്നെ ആകർഷകമായി നമുക്ക് അനുഭവപ്പെടും. തീർച്ചയായും സഹൃദയരുടെ മനസ്സിൽ ഒരു വല്ലാത്ത സ്പന്ദമുണ്ടാക്കുന്ന ആ ദൃശ്യ വിരുന്ന് ഇനിയും ധാരാളം അരങ്ങുകളുടെ സൗഭാഗ്യത്തോടെ കേരളക്കരയിലും കേരളത്തിന് പുറത്തും സഹൃദയരുടെ ആഹ്ലാദം ഏറ്റുവാങ്ങിക്കൊണ്ട് വിജയകരമായി ഒരു ജൈത്രയാത്ര നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ കലാകാര ദമ്പതികൾക്കും ശോഭനമായ ഉത്കർഷങ്ങൾ ആശംസിക്കുകയാണ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട ഗുണായൂർ സ്മാരക കലാലയത്തിൽ വെച്ച് പരേതര AC നമ്പൂതിരി രചിച്ച് പിൽക്കാലം സംവിധാനം ചെയ്യപ്പെട്ട ലക്ഷ്മണപുത്രി എന്ന ആട്ടക്കഥയുടെ അവതരണം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. 8 രംഗങ്ങളിലായി പ്രഗത്ഭരായ കലാകാരന്മാർ, പ്രഗത്ഭരായ സംഗീതജ്ഞർ, മേളക്കാർ എന്നിവർ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഈ ആട്ടക്കഥയുടെ ആവിഷ്കാരം കഥകളി എന്ന കലാരൂപത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പാരമ്പര്യമായ ഘടനയിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ പ്രമേയത്തിൽ ആദരണീയമായ ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. വിശേഷിച്ച് ഇന്ദ്രജിത്തിനെ പോലെ ഒരു കഥാപാത്രത്തെ രാമായണത്തിലെ പല കഥകളും ആട്ടക്കഥകളിൽ അവതരിപ്പിക്കുമ്പോൾ പോലും ഇന്ദ്രജിത്ത് എന്ന കഥാപാത്രം അതിന്റെ ആ കഥാപാത്രത്തിന്റെ വീരശൂര പരാക്രമിയായ കഥാപാത്രത്തിന്റെ ഭാവപകർച്ചകളിലൊന്നും
കഥകളിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ആ ഇന്ദ്രജിത്തിന് സമുന്നതമായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അതേസമയം ലക്ഷ്മണന്റെ സ്ഥാനം കുറയ്ക്കാതെ വളരെ സമീകൃതമായി അവതരിപ്പിക്കപ്പെട്ട ആട്ടക്കഥ അത് അടിമുടി ആനന്ദകരമായ ഒരു അനുഭവമായിരുന്നു. അതിന്റെ സാഹിത്യം വിശേഷിച്ചും അതിലെ ചില രംഗങ്ങളുടെ ആവിഷ്കാരം വിശേഷിച്ചും സഹൃദയ മനസ്സിൽ സുപ്രതിഷ്ഠിതമാവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിനെ തുടർന്ന് വന്ന ഭരതനാട്യത്തിൽ അത് അവതരിപ്പിച്ചത് നീരജ കൃഷ്ണനാണ്. നീരജ കൃഷ്ണൻ അവതരിപ്പിച്ച ഭരതനാട്യത്തിന്റെ ഒരു സവിശേഷത കഥകളി കഴിഞ്ഞ് തൊട്ട് പിന്നെയാണ് ഈ ഭരതനാട്യം വരുന്നത്. നമുക്കറിയാം ഇത് രണ്ട് വ്യത്യസ്ത ഭാഷകളാണ്. കഥകളിയുടെ ഒരു സ്വഭാവം, കഥകളിയുടെ ജൈവ പ്രകൃതിയെ നമുക്ക് ഭരതനാട്യത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല. ഭരതനാട്യം ചെയ്യുന്ന നർത്തകി തീർച്ചയായിട്ടും അതിന്റെ സങ്കേതങ്ങള്, അതിന്റെ അടവുകള്, അതിൽ സംഗതമാവുന്ന സ്വരങ്ങളുടെ ആവിഷ്കാരം ചലനങ്ങളിലൂടെ സാധിക്കുന്നതിൽ നിന്നുണ്ടാവുന്ന ഒരു ഹർഷാനുഭൂതി മറ്റൊന്നാണ്. അത് മറ്റൊരു സൗന്ദര്യാനുഭവമാണ്. ആ സൗന്ദര്യാനുഭവം നമുക്ക് ലഭിക്കത്തക്കവണ്ണം ഈ 8 രംഗങ്ങളിലായി അവതരിപ്പിച്ച ലക്ഷ്മണപുത്രിയെ 3 രംഗങ്ങളായി ചുരുക്കിക്കൊണ്ട് സംക്ഷിപ്തമായി അതേസമയം ഭരതനാട്യത്തിന്റെ സങ്കേതങ്ങളിൽ ഊന്നിക്കൊണ്ട് അതിനെ അവതരിപ്പിക്കുന്നതിൽ നീരജ സ്തുത്യർഹമായ പങ്കുവഹിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ അഭിനയസിദ്ധിയും അടവുകളിലുള്ള ഒരു ശുദ്ധിയും പ്രത്യേകം ശ്രദ്ധിക്കാൻ എനിക്ക് സാധിച്ചു. അതിന് സംഗീതം കൊടുത്തത് ഹരി കപ്പിയൂരാണ്. എന്റെ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം കഥകളിയിൽ വരുന്ന രീതിയിലുള്ള രാഗങ്ങളോ രാഗപരിചരണമോ അത് കഥാപാത്രങ്ങളായി ഒന്നിലധികം കഥാപാത്രങ്ങൾ വന്നുകൊണ്ടാണ് കഥകളിയിൽ ആവിഷ്കാരം നടക്കുന്നത്. അതേസമയം ഒരു ഏകാഹാര്യ അഭിനയമായി ഭരതനാട്യം വരുമ്പോൾ അതിൽ കഥാപാത്രങ്ങളായി പകർന്നാടുക എന്ന കർമ്മമാണ് നർത്തകിക്ക് നിർവഹിക്കാനുള്ളത്. അത് നിർവഹിക്കുമ്പോൾ അവശ്യം മാറ്റേണ്ടുന്ന രാഗ പരിവർത്തനങ്ങൾ വളരെ വിദഗ്ധമായി വളരെ കൃത്യമായി ഹരി കപ്പിയൂർ ഇതിൽ നിർവഹിച്ചിട്ടുണ്ട്. വളരെ ഭാവോന്മുഖതയോടെ ഓരോ പദവും പാടിയിട്ടുണ്ട്. ഇതും നൃത്തത്തിന് ചാരുത അണയ്ക്കുന്നു. മൊത്തത്തിൽ നീരജാകൃഷ്ണന്റെ 3 രംഗങ്ങളായി അവതരിപ്പിക്കപ്പെട്ട ലക്ഷ്മണപുത്രി എന്ന ആട്ടക്കഥയുടെ സംക്ഷേപമാണ്, അതിന്റെ സാര സൗന്ദര്യമാണ്. അത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായതിൽ ഞാൻ അതീവ കൃതാർത്ഥനാണ്. നന്ദി, നമസ്കാരം.